ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിവോ T4 Pro എന്ന് പറയുന്ന അടിപൊളി ഫോണിനെ കുറിച്ചാണ്. അടിപൊളി എന്ന് പറയാൻ കാരണം ഇത് നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ക്യാമറയുണ്ട്, നല്ല ബാറ്ററി ഉണ്ട്, എല്ലാ ഘടകങ്ങളും നന്നായിട്ടുണ്ട്, നല്ല ഡിസൈനും ഉണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്. സോ എല്ലാം നന്നായിട്ടുള്ളതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ അടിപൊളി എന്ന് പറഞ്ഞത്. പക്ഷേ എന്നാലും അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. അന്നേരം സീരീസ് ടി, വിവോയുടെ സീരീസ് ടി ഫോണാണ്, T4 Pro ആണ്. ഇത് ഓൾറെഡി എല്ലാം നന്നായിട്ടാണ് വരാറ്. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ കാണുന്നതാണ് T4 Pro എന്ന് പറയുന്ന സീരീസ് ടി ഫോണിൻ്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഡിസൈൻ. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഓൾറെഡി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. വിവോയുടെ ഫസ്റ്റ് 3x പെരിസ്കോപ്പിക് സൂമുള്ള ഫോണാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ എന്നാണ് അവർ പറയുന്നത്. അത് ശരിയായിരിക്കും. എന്തായാലും ഫോൺ നന്നായിരിക്കുന്നു മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയാം. അതിനു മുമ്പ് ബോക്സിലെ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കേസ് ഡോക്യുമെൻറ്റേഷൻ പതിപോലെ തന്നെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അതൊക്കെ അവിടെ നീക്കി വയ്ക്കാം. ചാർജർ, ചാർജിങ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. സോ അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫോണിലേക്ക് വരാം. നമുക്ക് ഫോണിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് സമയം ഒട്ടും കളയണ്ട. ആദ്യം തന്നെ ഇത്തവണ സീരീസ് ടിയിൽ അവർ ക്യാമറ കൂടി നന്നാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 3x ടെലിഫോട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സാമ്പിൾസ് കണ്ടു നോക്കിയേ. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിന്റെ OIS സോണി ക്യാമറയാണ്. അതിന്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്. 50 MP 3x ടെലിഫോട്ടോ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്, പെരിസ്കോപ്പിക് സൂമിംഗ് ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ പല സൂമിങ്ങിൽ എടുത്ത ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഇമേജുകൾ എടുത്തത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ സാമ്പിൾസ് ആയിട്ടില്ലേ. പിന്നെ ഒരു 2 മെഗാപിക്സലിന്റെ ബൊക്കെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. വൈഡ് ആംഗിൾ ഇല്ല കേട്ടോ. എന്തായാലും ഉള്ളതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 4K വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യാം, വിഷയമൊന്നുമില്ല. ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സലിൻ്റെയാണ്. അതും നൈസായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സാമ്പിൾസ് കണ്ട് നോക്കാം. അത്യാവശ്യം നല്ല ഫോട്ടോസ്, ഡേ ലൈറ്റ്, ഇൻഡോർ ലൈറ്റ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് ചെയ്തതിൻ്റെ സാമ്പിളും ഞാനവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ഇനി ഇതിൽ ഫിലിം ക്യാമറ മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. നമ്മൾ ക്യാമറ ഇൻ്റർഫേസിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് താഴെയായിട്ടൊരു ആരോ കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്താൽ ഫിലിം ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഓപ്പൺ ആയി വരും. പിന്നെ ഇത് വെച്ചിട്ട് നമുക്കിതാ ഈ കാണുന്ന തരത്തിലുള്ള ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതിനകത്ത് പല ഫ്രെയിമുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും അതേപോലെ പലതരത്തിലുള്ള എഫക്റ്റുകൾ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എടുത്ത് നോക്കുക, ഫോൺ എടുക്കുകയാണ്. അതിന് ഫിലിം ക്യാമറ മോഡ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒബ്വിയസ്ലി ഇവരുടെ പതിവായിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാടങ്ങ് പറയുന്നില്ല. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ AI ഇറേസർ ഇതിവിടെ കാണാം. ഈസി ആയിട്ട് അൺവാണ്ടഡ് ഒബ്ജക്റ്റിനെ ഇറേസ് ചെയ്ത് കളയാം. ഫോട്ടോ എൻഹാൻസ്, ഫോട്ടോയുടെ ക്വാളിറ്റി ഒന്ന് കൂട്ടിത്തരണമെങ്കിൽ ഫോട്ടോ എൻഹാൻസ് കൊടുത്താൽ മതി. മാജിക് മൂവ്, നമ്മളൊരു ഫോട്ടോയെ ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ആ പിക്ചറിനെ മാത്രം, നമ്മളൊരു സബ്ജക്റ്റിനെ മാത്രം വേണമെങ്കിൽ മാറ്റി പ്ലേസ് ചെയ്യാവുന്ന AIയുടെ പരിപാടി അത് വരുന്നുണ്ട്. പിന്നെ ഇമേജ് എക്സ്പാൻഡർ, ഒരു ഫോട്ടോയെ നമുക്കൊന്ന് വലുതാക്കണമെങ്കിൽ AI അത് ഫില്ല് ചെയ്ത് വലുതാക്കി ഇങ്ങോട്ട് തരും. ഇങ്ങനെയുള്ള AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, കാരണം നമുക്ക് ഈ ഫോണിൽ ക്യാമറയെക്കുറിച്ച് മാത്രമല്ല എല്ലാത്തിനെക്കുറിച്ചും പറയാനുണ്ട്. സോ ക്യാമറയെക്കുറിച്ച് ഇത്രയും മതി. നല്ല ക്യാമറ സാമ്പിൾസും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ക്യാമറ ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 7 Gen 4 സെഗ്മെന്റ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസ്സറുള്ള ഫോണാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ, ഗെയിമൊക്കെ അടിപൊളിയായിട്ട് കളിക്കാം. സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസറിൻ്റെ ഒപ്പം LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ്, Wi-Fi 6, Bluetooth 5.4 ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ 1 മില്യൻ്റെ അടുത്തുള്ള ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ അടക്കം നല്ല പെർഫോമൻസ്. നോർമൽ യൂസിനായാലും യാതൊരു വിഷയമില്ല, വളരെ ഫ്ലൂയിഡ് ആണ്. അതിൻ്റെ ഒപ്പം ഗെയിം, അസ്ഫാൾട്ടോ BGMIയോ എന്ത് വേണമെങ്കിലും കളിക്കാം. ഈ കാണുന്ന തരത്തിൽ നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അൾട്രാ ലാർജ് സ്മാർട്ട് VC കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. 3750 mm VC ഏരിയയാണ് വരുന്നത്. മൊത്തത്തിൽ 16470 mm ഒരു ഹീറ്റ് ഡിസ്പേഷൻ ഏരിയ വരുന്നുണ്ട്. ഹൈ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ടെന്ന് പറയുന്നു. അതായത് ഇതിൽ ഗെയിമിംഗ് ഫീച്ചറുകൾ ഓൺ ചെയ്യുമ്പോൾ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഈണത്തിനൊക്കെ ഒന്ന് വർക്ക് ചെയ്തോളും. പിന്നെ ഗെയിം കൺട്രോളിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺട്രോൾ ഏരിയയിൽ നമുക്ക് ബൈപ്പാസ് ചാർജിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഗെയിമിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ മൊത്തത്തിൽ ഗെയിമിങ്ങിനായാലും പെർഫോമൻസിനായാലും ഈ ഒരു സീരീസ് ഫോണുകളുടെ ഒരു ലെഗസി, നല്ല പെർഫോമൻസ് തരിക എന്നുള്ളത് ചെയ്യാറുണ്ട്. ഇത്തവണയും ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് മാത്രമല്ല ബാറ്ററിയും അടിപൊളിയാണെന്ന്. 6500 mAh ഹെവി ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിലുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു. പിന്നെ ബൈപ്പാസ് ചാർജിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗെയിമിംഗ് സെഷനിൽ ബൈപ്പാസ് ചാർജിങ് പറഞ്ഞു. പിന്നെ ബാറ്ററി എക്സ്റ്റൻഡർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടിയുണ്ട്. ബാറ്ററി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ബാറ്ററി സേവർ, സൂപ്പർ ബാറ്ററി സേവർ പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിന് താഴെയായിട്ട് ബാറ്ററി ലൈഫ് എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ എപ്പോഴും ഒരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഒരു ബാറ്ററി ഇത് റിസർവ് ചെയ്ത് വെക്കും. ആ ബാറ്ററി അടക്കമാണ് ഇത് സ്വിച്ച് ഓഫ് ആയി പോവുക ബാറ്ററി കഴിഞ്ഞ്. സോ അത്യാവശ്യം നിങ്ങൾക്ക് ഓൺ ചെയ്ത് ഒരു എമർജൻസി കോൾ ചെയ്യണമെങ്കിൽ പറ്റുമെന്നർത്ഥം. ഈ സൗകര്യം വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. സോ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കാം. സോ ബാറ്ററിയുടെ സെറ്റപ്പ് മൊത്തത്തിൽ നന്നാക്കിയിട്ടുണ്ട് തവണ. സോ ബാറ്ററിയെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാം. ഡിസൈൻ കാണാൻ നല്ല നൈസായിട്ടില്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. എടുത്ത് കയ്യിൽ പിടിച്ച വഴിക്ക് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനിത് നന്നായിട്ടെന്ന് പറഞ്ഞു. എല്ലാ മേഖലയും നന്നായെന്ന് പറയാൻ കാരണം അതാ, ഇതും നന്നായിരിക്കും. 2 കളറിലാണ് വരുന്നത്, ബ്ലേസ് ഗോൾഡ്, നിട്രോ ബ്ലൂ. തിക്നെസ് 7.53 mm ആണ്. വെയിറ്റ് 192 gram ആണ്. ബാക്ക് കവർ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഷീറ്റ് ആണ് വരുന്നത്. ഫ്രെയിം മെറ്റലാണ്.
ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ കോംപ്രഹെൻസീവ് കുഷനിങ് സ്ട്രക്ചർ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴെ വീണാലും അങ്ങനെ വലിയ അപകടമൊന്നും പറ്റില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. താഴെയൊന്നും ഇടണ്ട കേട്ടോ, സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഒരു വിഷയമില്ല, അതാ ടച്ച് ചെയ്താൽ മതി, ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്, യാതൊരു വിഷയമില്ല കേട്ടോ. പിന്നെ IP68, 69 തുടങ്ങിയ റേറ്റിംഗും വരുന്നുണ്ട്. സോ എല്ലാം നന്നായിട്ട് കൊടുത്തിരിക്കുന്നു ഡിസൈനിന്റെ ഭാഗത്ത് എന്നുള്ളതും ഒരു നല്ല ഘടകമാണ് ഈ ഫോണിന്റെ. ഇനി ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് കൂടി പറയാം. ഞാൻ എല്ലാം ചുരുക്കി പറയുകയാണ്, എന്നാലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെ പറയാൻ ശ്രമിക്കാൻ കേട്ടോ. ഡിസ്പ്ലേ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണെന്ന് ഞാൻ പറഞ്ഞു. 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് അൾട്രാ സ്ലിം ബെസൽസ് അടങ്ങുന്ന ഒരു ഡിസ്പ്ലേ ആണെന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും നല്ല ഡിസ്പ്ലേ ആണ്, കാണാൻ നല്ല രസമുണ്ട്. 5000 നിറ്റ്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഗ്ലോബൽ പീക്ക് ബ്രൈറ്റ്നസ് 1500 നിറ്റ്സ് വരുന്നുണ്ട്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ കൊണ്ടുനടന്ന് ഉപയോഗിച്ചു, യാതൊരു വിഷയവുമില്ല. സെറ്റ് ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം, നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അത്യാവശ്യം ലൗഡായ നല്ല ക്ലാരിറ്റിയുള്ള നീറ്റായ സൗണ്ടാണ് വരുന്നത്. സോ അതും നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് എനിക്ക്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ഡിസൈൻ പറഞ്ഞു, ഡിസ്പ്ലേ പറഞ്ഞു, പെർഫോമൻസ് പറഞ്ഞു, ക്യാമറ പറഞ്ഞു, സൗണ്ടിന്റെ കാര്യങ്ങളടക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം ഈ ഫോണിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഇതിലെല്ലാം ഉണ്ട് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തുടക്കം തൊട്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ചില ഫോണുകളാണ് നമുക്കിങ്ങനെ എല്ലാം അടിപൊളി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുക. ഇത് അക്കൂട്ടത്തിലൊരു ഫോണാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഇതിനിപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഞാൻ കാണാതെ മിസ്സായിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മാത്രമല്ല അപ്ഡേറ്റിൻ്റെ കാര്യം സെറ്റാണ്. പണ്ടത്തെ 15 ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5-6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് ഡീസൻ്റാണ്. സോ അപ്പോൾ എല്ലാം നന്നായി വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞത്. ഓവറായി പോയെങ്കിൽ സോറി. നിങ്ങൾ എന്തെങ്കിലും ഇതിൽ പോരായ്മകൾ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. പിന്നെ ഇതിനകത്ത് ജെമിനൈ സർക്കിൾ സെർച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ട് പറയാറുന്നതാണ്. ക്രോസ് ആപ്പായിട്ട് തന്നെ ജെമിനൈ വർക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ് എന്തിനെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തുകൊണ്ടൊന്ന് ആഡ് ചെയ്ത് നമ്മുടെ കലണ്ടറിലേക്ക് റിമൈൻഡറായിട്ട് ആഡ് ചെയ്തിട്ടോളും. അതായത് ഇതൊക്കെ ആക്സസ് സെർച്ച് ചെയ്ത് റിസൾട്ട് കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്തിടും. നമ്മൾ ഓരോന്നോരോന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ജെമിനൈ ഡു യു നോ വെൻ ദ ബാഗി 4 മൂവി ഈസ് ലോഞ്ചിങ്, ക്യാൻ യു ആഡ് ദാറ്റ് ടു മൈ കലണ്ടർ? I've added the Bagi 4 movie launch to your calendar for September 5th, 2025. ഡേറ്റ് കലണ്ടറിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഈസി ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്ക്രീൻ കോൺടാക്ട്, നമ്മുടെ സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് തരും. ഇമേജ് ജനറേഷൻ, ജെമിനൈയോട് നമ്മളൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ആ ഇമേജ് അവിടെ ജനറേറ്റ് ചെയ്ത് തരുന്ന പരിപാടി. പിന്നെ ജെമിനൈ ലൈവ്, നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ജെമിനൈ വന്നു സൈഡിൽ ക്ലിക്ക് ചെയ്താൽ ജെമിനൈ ലൈവ് കയറി വരും. സോ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാനിത് വെറുതെ റിപ്പീറ്റ് ചെയ്ത് എല്ലാം പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഒരുപാട് വീഡിയോകൾ പറയണതാണല്ലോ. പിന്നെ താഴെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ചും വരുന്നുണ്ട്. ഇങ്ങനെ ലോട്ട് ഓഫ് കാര്യങ്ങൾ സർക്കിൾ ടു സെർച്ച് വെച്ചുകൊണ്ട് ചെയ്യാം. എല്ലാം ഞാൻ അവിടെ വലിച്ചു വരി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ മൊത്തത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, AI, ജെമിനൈ, എല്ലാ സംഭവങ്ങളും ഇതിൽ ഭംഗിയായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടും ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുമാണ് നമ്മൾ ഇത്രയും നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം. ഇതിൻ്റെ പ്രൈസ് കൂടി പറയാം. 8GB RAM 128GB സ്റ്റോറേജിന് 32,999 ആണ്. ഓഫർ എല്ലാം കഴിച്ച് നോക്കിയാൽ 24,999 കിട്ടും. 8GB 256 ആണെങ്കിൽ 34,999 ആണ്. ഓഫറൊക്കെ കഴിച്ച് 26,999 കിട്ടും. അങ്ങനെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. പിന്നെ ഓഫറുകളും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഓഫറുകളോടൊപ്പം തന്നെ സെയിൽ ഡേറ്റ് 29th ആണ്. അതേപോലെ കൂപ്പൺ കോഡ് ഒരെണ്ണമുണ്ട്, പ്രതാപ് ജി, അതുകൂടി ഉപയോഗിക്കുക. കൂപ്പൺ കോഡ് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ പ്രൈസിന് ഈ ഫോൺ അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാം നന്നായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. സോ അതാണ് വിവോ T4 Pro എന്ന ഫോണിനെ കുറിച്ച് എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.